എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ പാത്തവള പറഞ്ഞ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഓർത്തെടുക്കാൻ തുടങ്ങും. തവള പറയും ആക്ച്വലി മാമൻ റെയിൻ വില്ലേജിലേക്ക് പോയത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങള് മാമൻ തിരിച്ചറിഞ്ഞത്. അവരാറു പേരുണ്ടായിരുന്നു, അതിലൊരാൾ മാത്രമാണ് സാക്ഷാൽ പെയിൻ. അതാരാണെന്ന് കണ്ടുപിടിക്കാനാണ് മാമൻ അവരുമായിട്ട് ഫൈറ്റ് ഇട്ടത്. മാമന് വേണമെങ്കില് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വലിയ രഹസ്യം അത് കണ്ടുപിടിക്കാനാണ് മാമൻ തന്നെ തന്റെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അതിപ്പോ കണ്ടുപിടിച്ചത്. മാമൻ പിടിച്ചെടുത്ത ഈ ഒരു ബോഡി അത് കറക്റ്റായിട്ട് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാതിരിക്കില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഓട്ടോപ്സി ലാബില് ആ ഒരു ബോഡി അതിനെ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ലാബിൽ ഡോക്ടേഴ്സ് അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ ബോഡി അത് ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ മറ്റൊരു ഭാഗത്ത് ഷിക്കം ഒരു കുട്ടപ്പനെ കൂട്ടി ലാബിലേക്ക് വരും. അവൻ കുട്ടപ്പനോട് ചോദിക്കും, നീ ഇത് സൂക്ഷിച്ചു നോക്ക്, നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഹൊക്കാഗെ ആന്റിക്കും കാക്കാഷി മാസ്റ്ററിനും യാതൊരു പിടിയുമില്ല. ഇനി ആകെയുള്ള പ്രതീക്ഷ അത് നിന്നിലാണ്. കുട്ടപ്പൻ ഇപ്പോ ആ ലെറ്റേഴ്സിലേക്ക് സൂക്ഷിച്ചു നോക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, ഈ ഫസ്റ്റ് ലെറ്റർ 9 അത് ആക്ച്വലി 9 അല്ല, ഇത് കാട്ടക്കട ലെറ്റേഴ്സ് ആണ്. അത് കേട്ട് ഇപ്പൊ ഷിക്കം ഒരു ഷോക്കാവും. നിനക്കെങ്ങനെ അത് മനസ്സിലായി? അതിന് കുട്ടപ്പൻ പറയും, മാമൻ എവിടെ പോയാലും എന്തെങ്കിലും എഴുതിക്കൊണ്ടേയിരിക്കും. മാമൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാമൻ എഴുതി കൊടുത്തിരുന്നത് ഞാനാണ്. അതുകൊണ്ട് ഏറെക്കുറെ മാമന്റെ ലെറ്റേഴ്സ് എല്ലാം തന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഈ ഒരു 9 പോലുള്ള ലെറ്റർ ഇതിന്റെ ശരിക്കും പ്രൊനൗൺസിങ് ടാ എന്നാണ്. അത് കേട്ടുടനെ ആ ലേഡി കാട്ടക്കട ബുക്സ് എടുത്ത് ഇപ്പൊ വായിക്കാൻ തുടങ്ങും. അതിൽ മാമൻ എഴുതിയ അതേ ലെറ്റർ തന്നെ അവളിപ്പോ കാണും. അപ്പൊ ഷിക്കമര് പറയും, മാമന്റെ എല്ലാ ബുക്സും വായിച്ചിട്ടുള്ളത് നീയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ അത് നിനക്ക് വേണ്ടിയാണ് മാമൻ തവളയുടെ മേലെ എഴുതിയിട്ടത്. അപ്പൊ അവള് പറയും, മാമന്റെ ബുക്സ് വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ലെറ്റേഴ്സും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഷിക്കമരു ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, നീ ഏത് ബുക്കിലാണ് ഈ ലെറ്റേഴ്സ് കണ്ടത്? അതിന് കുട്ടപ്പൻ പറയും, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, മേക്ക് ഔട്ട് അങ്ങനെ എന്തോ ഒരു ബുക്കിലാണ് ഞാനത് വായിച്ചത്. അതിന് ഷിക്കമരു ചോദിക്കും, അപ്പൊ ടോട്ടൽ മാമന് എത്ര ബുക്സ് ഉണ്ട്? ടോട്ടൽ 4 എണ്ണം ഉണ്ടെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അപ്പൊ അതേ സമയത്ത് കാക്കാഷി ഒരു ബുക്ക് നീട്ടി കാണിക്കും, നിങ്ങൾ അന്വേഷിക്കുന്നത് ഈ ഒരു ബുക്കല്ലേ? ഈ ബുക്കിന്റെ പേരാണ് മേക്ക് ഔട്ട് ടാറ്റിക്സ്. അത് കണ്ടുടനെ കുട്ടപ്പൻ പറയും, അതെ അതെ, ഇത് തന്നെയാണ് ആ ബുക്ക്. ആകാശി പറയും, ഞാൻ കാഷ്വൽ ആയിട്ട് ഇതുവഴി നടന്നു പോയപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഞാൻ കേട്ടത്. ഉടനെ തന്നെ ഈ ബുക്ക് എടുക്കാൻ ഞാൻ വീട്ടിലേക്ക് പോയി. അത് കേട്ട് ഷിക്കമരു, അപ്പൊ ജിറയ മാമൻ ആള് താക്കോലായി കണ്ടത് അത് മറ്റാരെയും അല്ല, സാക്ഷാൽ കുട്ടപ്പനെയാണ്. അപ്പൊ ആ പെങ്കൊച്ചു പറയും, ഇനി സമയം കളയണ്ട, ആ ബുക്ക് അത് എത്രയും പെട്ടെന്ന് വായിക്കാനായിട്ട് ഇപ്പൊ കാക്കാഷിയോട് പറയും. കാക്കാഷി ആണെങ്കില് ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം ആ ബുക്കിലുള്ള കണ്ടൻസ് ഇപ്പൊ മാസ്റ്റർ വായിക്കുകയാണെങ്കിൽ മാസ്റ്ററിന്റെ മാനം പോവും. അതൊരു അഡൽട്ട് ബുക്കാണ്, എന്താ ചെയ്യാന്നറിയാതെ മാസ്റ്റർ ആവട്ടെ ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കുട്ടപ്പനാണെങ്കിൽ കാലി കയറിയിട്ട്, മാസ്റ്റർ ദയവ് ചെയ്ത് നിങ്ങളിത് വായിക്ക്. കാക്കാഷി ഉടനെ ആളുടെ ചെവി പൊത്തി ആ കണ്ടൻസ് മുഴുവൻ വായിക്കാനായിട്ട് തുടങ്ങും. ബുക്ക് ഫുള്ള് വായിച്ചു കഴിയുമ്പോ അവർക്ക് നാണം കൊണ്ട് ഇപ്പൊ പരസ്പരം നോക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പെങ്കൊച്ച് അവള് കൂളായിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള ലെറ്റേഴ്സ് അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് ഇപ്പൊ അത് ഡീകോഡ് ചെയ്യും. അവളത് ഉച്ചത്തിൽ വായിക്കും. അവരിൽ 6 പേരില് യഥാർത്ഥ പെയിൻ അവനില്ല. നമ്മുടെ ആൾക്കാർ ഉടനെ ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് പോവും. എന്നിട്ട് ഹൊക്കാഗയോട് പറയും, ഇതിൽ എഴുതിയിരിക്കുന്നത് അവരിൽ 6 പേരിലും റിയൽ പെയിൻ അവനില്ല എന്നാണ്. കുട്ടപ്പന് കാലി കയറി ഇപ്പൊ തവളയോട് ചോദിക്കും, നിങ്ങൾ എന്താ പറയണേ? സത്യത്തിൽ അവിടെ എന്താ ഉണ്ടായേ? മാമന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിങ്ങളും ഉണ്ടായിരുന്നില്ലേ? തവള പറയും, എനിക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. അവരെ 6 പേരുമായിട്ട് ഫൈറ്റ് ചെയ്തു, അവരവനെ കൊന്നുകളഞ്ഞു. റിയൽ പെയിൻ അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ അവരെ 6 പേരെയും നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയൂ. അപ്പൊ കാക്കാഷി ചോദിക്കും, ആ ഒരു ഡെഡ് ബോഡി അത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? മാത്രമല്ല ജിറയെ ലോക്ക് ചെയ്ത് വെച്ച റെയിൻ വില്ലേജിലെ ആ ഒരു നിഞ്ചയായിട്ടുള്ള ഇൻട്രോഗേഷൻ അത് കഴിഞ്ഞോ? അതിന് ഹൊക്കാഗെ ആന്റി പറയും, അത് 2 കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് കിട്ടൂ. അതിന് സാക്കുറ പറയും, നീ പറയും പോലെ അത്ര എളുപ്പത്തില് ഡീറ്റെയിൽസ് കിട്ടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടണമെങ്കിൽ നല്ല ടൈം എടുത്ത് ആ പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന് കുട്ടപ്പൻ പറയും, എന്റെ മാസ്റ്ററിനെ കൊന്നവരോട് തീർച്ചയായിട്ടും ഞാൻ റിവെഞ്ച് ചെയ്യും. അവൻ ചോദിക്കും, ഇത് ഡീകോഡ് ചെയ്തു, പക്ഷെ ഒരു ഇൻഫർമേഷനും ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല.
ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് കുട്ടപ്പൻ ചോദിക്കും. അതിനാ തവള പറയും, നിന്നെക്കൊണ്ട് ഒരിക്കലും അവനെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല. സാക്ഷാൽ ജിറയ മാമൻ പോലും അവന്റെ മുൻപിൽ തോറ്റുപോയി. പിന്നെയാണോ നീ? അത് കേട്ട് കുട്ടപ്പൻ ചോദിക്കും, അപ്പൊ ഞാനിതൊക്കെ കണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കാനാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ ഒരു അവസ്ഥയില് നീ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടിയ തീർച്ചയായിട്ടും നീ ചത്തുപോവും. മാമൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്റെ കൂടെ വായോ, നിനക്ക് ഞാൻ സേജ് ജിപ്സു അത് പഠിപ്പിച്ചു തരാം. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്താടാ നീ പറയണേ എന്ന് പറഞ്ഞ് അവനെ നോക്കി നിൽക്കും. അതിന് കാക്കാഷി പറയും, അതൊരു നല്ല പ്ലാനാണ്. ഈ ഗ്രാമത്തില് ജിറയ്യമാമന് മാത്രമേ ഇതുവരെ സേജ് ജിപ്സ് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ഹൊക്കാക പറയും, ജിറയ്യ മാമനെ കൊണ്ട് പോലും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് കുട്ടപ്പൻ അവിടേക്ക് കടന്നു ചെന്ന അത് വലിയ അപകടമാണ്. അതിന് തവള പറയും, എനിക്കെന്റെ ശിഷ്യനെ കൊന്ന അവരോട് പകരം ചോദിക്കണം. എനിക്കൊരേ ഒരാളിൽ മാത്രമേ ഇപ്പൊ വിശ്വാസമുള്ളൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പനില്. നിനക്ക് അവരോട് റിവെഞ്ച് ചെയ്യണമെങ്കിൽ നീ എന്റെ കൂടെ വാ, നിനക്ക് ഞാൻ ട്രെയിനിങ് തരാന്ന് പറഞ്ഞ് ഇപ്പൊ തവള കുട്ടപ്പനെ വിളിക്കും. നിനക്ക് ഞാൻ മാമന് പറഞ്ഞു കൊടുത്ത എല്ലാ ജിപ്സും കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അതിന് കുട്ടപ്പൻ ചോദിക്കും, ഈ ജിപ്സും ഒക്കെ ഞാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണോ? അതിന് തവള, അതെനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, അത് നിന്റെ കഴിവാണ്. അതിന് ഹൊക്കാക പറയും, തീർച്ചയായിട്ടും നീ ഇവരുടെ കൂടെ പോണം. ജിപ്സു എല്ലാം പഠിച്ച് ആ വില്ലന്മാരെ നീ തന്നെ തകർത്ത് കളയണം. ഇന്ന് നമ്മുടെ ഗ്രാമത്തില് നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. അവളെ പറയും, ഈ ഒരു ജിപ്സു അത് നീ പഠിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. നീ ഇതിന് റെഡിയാണോ ചോദിക്കുമ്പോ അതിന് കുട്ടപ്പൻ അവൻ മുഖമുയർത്തി റെഡിയാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും തവളകളുടെ ലോകത്തേക്ക് പോവാൻ ഇപ്പൊ റെഡിയാവും. തവളയ്ക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും ഇവൻ തന്നെയായിരിക്കും ജിറയ്യ മാമന്റെ ചൈൽഡ് ഓഫ് പ്രൊഫസി. അപ്പൊ ഹൊക്കാഗെ ആന്റി, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഉടനെ മെസ്സേജ് അയക്കാം. തവള ഉടനെ ഒരു സമരം ജിപ്സ് ഉപയോഗിച്ച് കുട്ടപ്പനുമായിട്ട് അവിടുന്ന് കടന്നു പോകും. കുട്ടപ്പൻ പെട്ടെന്ന് ഡിസപ്പിയർ ആവുന്ന കാണുമ്പോ സാക്കുറ ടെൻഷൻ ആവും. അതിന് ഹൊക്കാഗെ ആന്റി പറയും, അത് സമരം ജിപ്സു ആണ്. കുട്ടപ്പൻ ഇതിനോടകം തവളകളുടെ ലോകത്തെത്തിയിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ആ ഒരു തവളയുടെ ഗ്രാമം കാണിക്കുകയാണ്. ഒരുപാട് തവളകള് ഇപ്പൊ കുട്ടപ്പൻ ചുറ്റും കാണും. അവൻ വണ്ടറടിച്ച് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ ഗാമത്തവള പറയും, ഞാനാണ് നിന്നെ സ്പെഷ്യൽ ഗഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ പച്ചത്തവള പറയും, നീ ആദ്യമായിട്ടല്ലേ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്നത്, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് എടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പന് ഫുഡ് കൊടുക്കും. ഫുഡ് കണ്ട് നമ്മുടെ ആളുടെ ബോധം പോവും. ചീവീട്, പുഴു, ഞണ്ട് എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങളെ അവര് വറുത്ത് വെച്ചിരിക്കുകയാണ്. കുട്ടപ്പന് വേറെ വഴിയില്ലാതെ അവനത് കണ്ണു അടച്ച് തിന്നും. ഗാമത്തവള ചോദിക്കും, ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നില്ലേ? അത് കേൾക്കേണ്ട താമസം കുട്ടപ്പനാവട്ടെ അവൻ ഛർദ്ദിക്കാൻ തുടങ്ങും. ഇങ്ങനെ പോവാണെങ്കിൽ ട്രെയിനിങ് എടുക്കുന്നതിന് മുൻപ് എന്റെ കാര്യത്തിൽ തീരുമാനാവും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പച്ചത്തവള കുട്ടപ്പന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങും. പച്ചത്തവള പറയും, സേഗ് ജിപ്സു അത് ഇൻസൈഡിലെയും ഔട്ട്സൈഡിലെ എനർജി ഒരുപോലെ അബ്സോർവ് ചെയ്യും. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നേച്ചർ പവറൂടെ കമ്പൈൻ ചെയ്തായിരിക്കും ഈ ഒരു ജിപ്സു അത് വർക്കാവുക. ആ ഒരു എനർജി അത് നിനക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ അത്ര പെട്ടെന്ന് ആർക്കും കഴിയില്ല. ഇന്റേണൽ എനർജി, എക്സ്റ്റേണൽ എനർജി, നേച്ചർ എനർജി, ഇത് മൂന്നും കമ്പൈൻ ചെയ്താണ് ഈ ഒരു സേജ് ജിപ്സു അത് വർക്കാവുക. പക്ഷെ കുട്ടപ്പനാണെങ്കിൽ ഇതൊക്കെ കേട്ട് കാറ്റ് പോയിട്ട് അങ്ങനെ നിൽക്കാണ്. അപ്പൊ ഗാമത്തവള പറയും, നിനക്ക് മനസ്സിലാവാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ചോക്ലേറ്റ് വാനില ഐസ്ക്രീമില് മിന്റ് ചേർത്താ എങ്ങനെ ഉണ്ടാവും? കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു ജിപ്സും. അപ്പൊ കുട്ടപ്പൻ പറയും, ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഈ നേച്ചർ എനർജി എന്ന് പറഞ്ഞാ ശരിക്കും എന്താ? അതിന് തവള പറയും, അത് ആക്ച്വലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന പവറാണ്. അവരങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ തവള ഓടിച്ചെന്ന് സേഗ് ജിപ്സ് ഉപയോഗിച്ച് വലിയൊരു പാറ അങ്ങനെ പൂ പോലെ ഉയർത്തി നിർത്തും. അത് കണ്ട് കുട്ടപ്പൻ ഷോക്ക് ആവുമ്പോ ഗാമത്തവള പറയും, ഇതാണ് സേഗ് ജിപ്സുവിന്റെ പവർ. കുട്ടപ്പൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് ഈ ഒരു ജിപ്സു അത് പഠിക്കാനായി ഞാൻ എന്ത് ചെയ്യണം? അതിനാ പച്ചത്തവള പറയും, ഇതൊരു നേച്ചർ എനർജിയാണ്. അതുകൊണ്ട് നീ ആദ്യം ഒരു നേച്ചറായി മാറണം. നേച്ചറായി മാറാനോ? അതെങ്ങനെയും ചോദിക്കുമ്പോ അതിനാ പച്ചത്തവള പറയും, അതിനാദ്യം നീ മരിക്കണം. അത് കേട്ട് നമ്മുടെ ആള് ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.